പ്രധാനപ്പെട്ട കാര്യം പാലക്കാട്ട് ഏറ്റവും കൺസോളിഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്പറായിട്ട് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഏതാണ്ട് 37,000-ഓളം വരുന്ന വോട്ട് മുസ്ലിങ്ങളുടെ വോട്ടാണ്. 28-29% വരും. അപ്പോൾ ഇതിൽ കുറച്ച് വോട്ടൊക്കെ ഇത്തവണ ഈ SIR-മായി ബന്ധപ്പെട്ടൊക്കെ പോയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത്തവണ നമ്പറായിട്ട് രമേശ് പിഷാരടിക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യത. കാരണം NMR റസാഖ് മുസ്ലിം സ്ഥാനാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണെങ്കിലും അദ്ദേഹത്തിന് മുസ്ലിം വോട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഭൂരിപക്ഷം മുസ്ലിം വോട്ടും രമേശ് പിഷാരടിക്ക് തന്നെ പോകാനാണ് സാധ്യത. കാരണം ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്, വിജയസാധ്യതയുള്ള BJP കാൻഡിഡേറ്റാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു പോളറൈസേഷൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ആ ഒരു മുസ്ലിം പോളറൈസേഷനെ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ന്യൂനപക്ഷ പോളറൈസേഷനെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വോട്ട് സമാഹരിക്കേണ്ടത് ശോഭാ സുരേന്ദ്രന് മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കടമ്പയാണ്. അതായത് ഇടത് അനുഭാവമുള്ള CPM-ന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ ഹിന്ദു വോട്ടുകളൊക്കെ ശോഭയ്ക്ക് തിരിച്ച് പിടിക്കാൻ, അത് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അത് സക്സസ്ഫുൾ ആകുമോ എന്നതും ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ NMR റസാഖിനെ അത്ര ദഹിക്കുന്നില്ല പല ഇടത് അനുഭാവികൾക്കും. കേഡർ വോട്ടൊന്നും എന്തായാലും മാറാൻ പോകുന്നില്ല. പക്ഷേ അല്ലാത്ത ഈ അനുഭാവമുള്ള പിന്നാക്ക വിഭാഗക്കാരൊക്കെ ഉണ്ട് ഒരുപാട്. ഇപ്പോൾ കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലൊക്കെ ഈ ഇഴവ വോട്ട് ബാങ്കിനൊക്കെ വളരെ നിർണായകമായുള്ള സ്വാധീനമൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കുറച്ച് വോട്ട് ശോഭാ സുരേന്ദ്രനെ സമാഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ, മുമ്പ് അവർ മത്സരിച്ചപ്പോൾ പല മണ്ഡലങ്ങളിലും ഈ രീതിയിൽ വലിയ തോതിൽ വോട്ടുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു മാജിക് ശോഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ മത്സരം എക്സ്ട്രീംലി ടൈറ്റ് ആകും എന്നുള്ളതാണ് ഒരു വസ്തുത.